ചേട്ടൻ ആലോചിക്കണ്ടായിരുന്നു. ക്രിസ്റ്റീനെ ഞങ്ങൾക്ക് ഓഫീസിൽ നിന്നാണ് കിട്ടിയത്. ഷീസ് വെരി സ്വീറ്റ്, വെരി കൈൻഡ്, ഓൾവേസ് ഹെൽപ്ഫുൾ. SAP പഠിച്ചോണ്ട് ഒരേ ഒരു ഗുണേ ഉണ്ടായുള്ളൂ. നമ്മൾ എന്തൊക്കെ ചെയ്താലും ഷീസ് വെരി കാം ആൻഡ് ക്വൈറ്റ്. ക്രിസ്റ്റി ഫുഡ് കഴിച്ചില്ലെങ്കിൽ ലിപ്സ്റ്റിക് ഇല്ലാണ്ട് പറ്റില്ല. എനിക്കറിയാത്ത ആളുകളുടെ വ്ളോഗ് കാണുന്നു, പക്ഷെ അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നന്നായിട്ടുണ്ട്. എയ്സിൽ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാന്ന് പറയുന്നതിന് ഒരു ഇതുണ്ട്. പക്ഷെ എല്ലാ കാര്യങ്ങളുടെയും അടിയിൽ പുള്ളിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ക്രിസ്റ്റീന. ക്രിസ്റ്റി വളരെ സൈലന്റ് ആണ്. ഒരുപാട് എക്സ്പ്രഷൻ ഒന്നും വരത്തില്ല. ഭയങ്കര ബോണ്ട് ഉണ്ട്. അത് ഓരോരുത്തരായിട്ടും ക്രിസ്റ്റിക്ക് ഓരോ സ്പെഷ്യൽ ബോണ്ട് ആയിരിക്കും. ഞങ്ങളെല്ലാം ഭയങ്കര വെയിറ്റ് ചെയ്ത ഒരു മാരേജ് ആണ് എയ്സിലിന്റെ മാരേജ്. ക്രിസ്റ്റീനന്റെ എയ്സിൽ കൺഗ്രാറ്റ്സ്. വിഷ് ഹാപ്പി മാരീഡ് ലൈഫ്. ഹാപ്പി മാരീഡ് ലൈഫ് എയ്സിൽ ആൻഡ് ക്രിസ്റ്റി. ഇതാണ് ക്രിസ്റ്റഫർ. കിഡിലോസ്കി പേരാണ്. പെങ്കൊച്ചിന്റെ ആംഗ്ലയാണ്. നല്ല സ്റ്റൈലിഷ് ആയിട്ട് വരും. കഴിഞ്ഞില്ലേ? ഇല്ലില്ല, കഴിഞ്ഞില്ല. ആരാണ് പിന്നിൽ കൂടി ഇങ്ങനെ പോകുന്നത്? റെഡിയായോ? സുന്ദരിയായിട്ടുണ്ട്. ലെൻസൊക്കെ വെച്ചോ? ഇത് ഡോണും മാരിയും നമുക്ക് 2 മാസമായോ? 1.5 മാസമായി. 1.5 മാസം കഴിഞ്ഞ ലൈഫ് എങ്ങനെയുണ്ട്? അതുപോലൊക്കെ തന്നെ. പിന്നെ ഒരു മാറ്റം വന്നില്ലേ? ഇപ്പം കുറച്ചുകൂടെ, അന്ന് ഇത്രയും സംസാരിക്കൊന്നുമില്ല, ഇപ്പം കുറെ കൂടെ സംസാരിച്ചിട്ടുണ്ട്. ഇവിടെ കൂടി വഴിതെറ്റി. ആണോ? പോയെന്നാ പറയുന്നത്. ഡോണിന് വണ്ണം വെച്ചിട്ടുണ്ട്. ഭാര്യ വന്നപ്പോ ഭാര്യ കഴിക്കച്ച ഹൈറ്റ് കൂടിയ ആള് ആ ഗ്രേസ് നടക്കുക. ഇദ്ദേഹം ഇങ്ങനെ സെറ്റല്ലേ? വലിച്ചു കളയല്ലേ കേട്ടോ. ഇനി കെട്ടാൻ നിങ്ങൾ 3 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചുമ്മാ കാഷ്വൽ ടോക്ക് ചെയ്ത് തരണം. 3, 2, 1 വാക്ക്. യാ വാവ്. നേരെ നോക്കിയോളെ. യെസ്, നൈസ് നൈസ്. ക്രിസ്റ്റീനെ ഞങ്ങൾക്ക് ഓഫീസിൽ നിന്നാണ് കിട്ടിയത്. അന്ന് തൊട്ട് കൂടിയതാണ്. പക്ഷെ ആള് നമ്മളെ കൂടെ തന്നെയുണ്ട്. ഇങ്ങനെ പോണു. എത്ര വർഷമായി? ഇപ്പൊ 2018 തൊട്ടിട്ടാണ് ഞങ്ങൾ ഫ്രണ്ട്സ് ആയിരിക്കുന്നത്. ഫസ്റ്റ് ടൈം met her in Delhi and since 1 year she is my office colleague. She is very sweet, very kind, always helpful. വെരി കാം പേഴ്സൺ. നമ്മൾ എന്തൊക്കെ ചെയ്താലും ഷീസ് വെരി കാം ആൻഡ് ക്വൈറ്റ്. എന്ത് നമ്മൾ പറഞ്ഞാലും ഇങ്ങനെ കൂടെ നിന്നോളൂ. ഒരു കുഴപ്പമില്ല. ചേട്ടൻ ആലോചിക്കണ്ടായിരുന്നു. തള്ളി മറിച്ചത് ഞങ്ങളൊരു മണാലി ട്രിപ്പ് പോയായിരുന്നു. ഞങ്ങള് പോയി. പക്ഷെ ഞങ്ങള് പോയ സമയത്ത് ഫ്ലഡ് വന്നു. അവിടെ ഭയങ്കര ഇഷ്യൂ ആയിരുന്നു. ക്രിസ്റ്റി ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ. പിന്നെ അതൊരു അടിപൊളി ട്രിപ്പ് ആയിരുന്നു. ഞങ്ങള് 3 പേരും ക്രിസ്റ്റി ആയിരുന്നു പോയത്. പക്ഷെ നമ്മള് ഒരു 4 days ആണ് പ്ലാൻ ചെയ്തത്. പക്ഷെ അത് എക്സ്റ്റെൻഡ് ആയി 1 week ആയി. നമ്മള് ഹൈസും ഡൗൺസും ഒക്കെ കണ്ടു. മൊത്തം കവർ ചെയ്ത്. അതുകൊണ്ട് ഒരു ഫ്ലഡ് കാരണം നല്ലായിരുന്നു. പക്ഷെ അവളപ്പം കൂടി ഉണ്ടായിരുന്നു. ലൈക്ക് നമ്മള് ഈക്വലി നിന്നു. ഷീസ് വെരി സപ്പോർട്ടീവ്. നീ പറഞ്ഞേ പറ്റൂ. അത് പറഞ്ഞ ശരിയാവില്ല. ഇത് കഴിയുമ്പോൾ ഇവളും അവളുമാണ് എന്താ ബ്യൂട്ടി പാർട്ട്നേഴ്സ്. നമ്മളെ എല്ലാം എന്തൊക്കെ റീല് ലിപ്സ്റ്റിക് അതും ഇതൊക്കെ കാണാം. അത് മൊത്തം ഷെയർ ചെയ്യുന്നിട്ട് അത് മൊത്തം ലൈക്ക് ചെയ്യുന്ന മാത്രമേ ഞങ്ങളുടെ പരിപാടി. ഫുഡ് കഴിച്ചില്ലെങ്കിൽ ലിപ്സ്റ്റിക് ഇല്ലാണ്ട് പറ്റൂല. പിന്നെ ഇടാതിരിക്കോ? പല ബ്രാൻഡ് കാണുമല്ലോ. പല ബ്രാൻഡ്. 100 ആകെ ഒരു കളറുള്ളൂ. അതിന്റെ പല ഷെയ്ഡ്, പല ബ്രാൻഡ്സ്. എനിക്ക് ക്രിസ്റ്റിയെ ഹൈദരാബാദിൽ നിന്ന് കിട്ടിയ കൂട്ടാണ്. ഞങ്ങള് തമ്മിലൊരു വേറൊരു പ്രത്യേക ബോണ്ടാ. ഞങ്ങൾ 3 പേരും, ഞാനും റോസിയും ക്രിസ്റ്റിയും ഒരുമിച്ച് ചെന്നവരാ. പക്ഷെ റോസി പെട്ടെന്ന് പോയി. പിന്നെ ഞാനും ക്രിസ്റ്റിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഹൈദരാബാദ് കറങ്ങാനും ഉള്ള കഫേസ് മൊത്തം കറങ്ങി തപ്പി നടക്കാനും കഴിക്കാനും
ക്രിസ്റ്റി വളരെ സൈലന്റ് ആണ്. ഒരുപാട് എക്സ്പ്രഷൻ ഒന്നും വരത്തില്ല. ഒരു ഭയങ്കര ബോണ്ട് ഉണ്ട്. അത് ഓരോരുത്തരായിട്ടും ക്രിസ്റ്റിക്ക് ഓരോ സ്പെഷ്യൽ ബോണ്ടായിരിക്കും. അതങ്ങനെയാ. ഭയങ്കര നല്ലൊരു ഫ്രണ്ടാണ്. പക്ഷെ അവര് ഇപ്പൊ ഇവരുടെ മാരേജ് മാട്രിമോണി വഴിയാണ് അവര് കണ്ടെന്നൊക്കെ പറഞ്ഞാലാണോ? ഇനി അങ്ങനെയാ പറഞ്ഞെങ്കിൽ ഞങ്ങളത് അറിഞ്ഞില്ല. അങ്ങനെയാ പറഞ്ഞത്. ഒരു 4-5 വർഷമായിട്ടുള്ള ഒരു മാട്രിമോണി സൈറ്റ് ആണെന്ന്. അത് കൂടുതലാണോ? നമ്മള് തന്നെ ഓൾറെഡി ഇപ്പൊ ഒരു 5 years ആയി. അതിലും അപ്പൊ അതിനു മുന്നേ ഹാപ്പി മാരീഡ് ലൈഫ് ഹേസൽ ആൻഡ് ക്രിസ്റ്റി. അവരുണ്ട്. ഹേസലിനെ അവള് വഴി അങ്ങനെ അറിയാം. പിന്നെ അതൊക്കെ നമ്മളിങ്ങനെ പറയാവോ? പറയാൻ പാടില്ല. അത് അവരുടെ വഴക്കില്ലാത്ത കപ്പിൾസ് ഉണ്ടോ? ഇത് വീഡിയോ വന്നു കഴിയുമ്പോ അവളെ നിങ്ങളെ വിളിക്കും. ചേട്ടൻ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഇടാൻ പറ്റുമോ? ഇതെന്താ ചെയ്യുന്നത് മനസ്സിലായോ? കണ്ടിട്ടുണ്ടോ? പിന്നെ ക്രിസ്റ്റീന അടുത്തിടയ്ക്ക് 1-2 വീഡിയോ അയച്ചു തന്നത് ഞാനെപ്പോഴും യൂട്യൂബിനകത്ത് നോക്കി കണ്ടോ? പലതും കണ്ടു. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. എന്നുവെച്ചാൽ എനിക്കറിയാത്ത ആളുകളുടെ വ്ളോഗ് കാണുന്നത്, പക്ഷെ അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ നന്നായിട്ടുണ്ട്. പേര് റേനി. ഫാമിലി എല്ലാം വന്നിട്ടുണ്ടോ? അതെ. അമ്മ എത്ര അമ്മച്ചന്മാരുണ്ട്? ഒരമ്മാച്ചനേ ഉള്ളൂ. ക്രിസ്റ്റീനെ ഇപ്പം കുറെ വർഷമായിട്ട് അറിയാതിരിക്കല്ലോ. പിന്നെ ക്രിസ്റ്റീനയ്ക്ക് ഒരു 8 വയസ്സുള്ളപ്പോ ഞാൻ കല്യാണം കഴിച്ച് ഇവിടെ വന്നു. 2ാം ക്ലാസ്സിൽ പഠിക്കുവായിരുന്നു. ആ പ്രായം തന്നെ അറിയല്ലേ? നാത്തൂനെ കൊണ്ട് പറഞ്ഞൊക്കെ സത്യമാണോ? ആണോ? അല്ലേ? അതെ മോളെ പേരെന്തുവാ? എന്റെ പേര് അന്ന. മോന്റെ പേര്? അതെ. അമ്മച്ചി ഇത് വല്യമ്മച്ച ആണോ? അമ്മച്ചി ക്രിസ്റ്റീനയുടെ ഓർമ്മകളൊക്കെ എന്താ ചെറുപ്പത്തിലെ? കുട്ടിയാണ്. എല്ലാരോടും സംസാരിക്കുകയും എല്ലാം. അമ്മച്ചോട് സംസാരിക്കുമോ? എല്ലാവരോടും. ഇപ്പം പിന്നെ അധികം സംസാരം ഇല്ല, സമയമില്ല സംസാരിക്കാൻ. ജോലിയൊക്കെ ആകുമ്പോ അങ്ങനല്ലേ? സമയമില്ല. അമ്മച്ചിയുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള നിമിഷം ഏതാ? എന്റെ പിള്ളേരുടെ കല്യാണങ്ങളും അതൊക്കെയാണ് ജീവിതത്തിൽ സന്തോഷം. അന്നും നമ്മൾ 2 അമ്മച്ചിമാരെ അപ്പച്ചമാരെയൊക്കെ നിർത്തി എടുത്തല്ലോ. ഡോണിന്റെ അമ്മച്ചി അറിയാം. അമ്മച്ചി ആ വീഡിയോ ഒന്ന് കാണിച്ചു കൊടുക്കണ്ടേ? ഞാൻ അമ്മച്ചിയോട് കണ്ടോ? മനസ്സിലായോ? അടുത്തിരുന്ന് സ്നേഹമുണ്ടോ നോക്കട്ടെ. ആണോ? ഇത് ഒന്ന് മമ്മിയുടെ അമ്മയും ഒന്ന് പപ്പയുടെ അമ്മ. അങ്ങനെയാണോ? ബന്ധുക്കാരികളാണ്. ഏത് വർഷത്തിലാ പിള്ളേരെ അങ്ങോട്ട് കല്യാണം കഴിപ്പിച്ചു കൊടുത്തത്? 93-ലാണോ? അപ്പൊ 93 തൊട്ട് നിങ്ങൾ കൂട്ടാം. രസമുണ്ട് കേട്ടോ. ഇങ്ങനെ കല്യാണ വീടുകളിൽ പോയി അമ്മച്ചിമാരൊക്കെ ഇങ്ങനെ ഒരേ കളർ സാരിയൊക്കെ എടുത്ത് ഫാമിലിയോടൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് ഭയങ്കര സന്തോഷമാണ്. ഇനിയും വരുന്ന തലമുറകൾ ഇതൊക്കെ കാണട്ടെ അല്ലേ? അതെ. അപ്പൊ എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. നമുക്കൊരു പ്രായമായി കഴിയുമ്പോൾ നമുക്ക് ഒത്തിരി ആഗ്രഹങ്ങൾ വരുമോ? ഇല്ല, വരത്തില്ലല്ലോ. നമുക്ക് വരുന്ന ആഗ്രഹം എന്താ? നമ്മുടെ മക്കളെ കൂടെ അതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സന്തോഷം. ഈ കൈ ഇപ്പൊ ഇങ്ങനെ പിടിച്ചോണ്ടിരുന്ന കേട്ടോ. പിന്നെ ധോണി വയറല്ലേ? അങ്ങനെ നൈസായിട്ട് എത്ര 500 എത്ര കൈ? 5 ലക്ഷം പേര് കണ്ടല്ലേ? ഞങ്ങളിങ്ങനെ ഓരോരുത്തരെ കല്യാണ വീട്ടിൽ വന്ന ആൾക്കാരെ പരിചയപ്പെടുമായിരുന്നു. അമ്മച്ചൻ ഒരു ഫാമിലി, നിങ്ങളല്ല. അല്ല, അച്ഛൻ തന്നെ എത്ര പേരുടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പനും അമ്മയും വിട്ട് എന്നിട്ട് ഇപ്പൊ അച്ഛൻ ശരിയല്ലേ? അതെ, വിട്ടുകൊടുത്ത്. അങ്ങനെ പരിപാടി കഴിഞ്ഞിരിക്കുക. ഞങ്ങൾ ഗ്രേസ് വിജയിപ്പിച്ചെടുത്തിരിക്കുകയാണ്. ഗ്രേസ് ഇതാണ് ആത്മാർത്ഥ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ആത്മാർത്ഥ സുഹൃത്തുക്കൾ. ഏത് സമയത്തും ഇങ്ങനെ ഉണക്കി തരും. ശരിക്കും ഇവര് പറയാം നിങ്ങൾ മാട്രിമോണി വഴിയാണ് കല്യാണം ആലോചിക്കുന്നത്. ഇവരോട് ഉപദേശമൊക്കെ ചോദിച്ചാൽ കേട്ടോ. ഇവർ 1.5 മാസമായിട്ടുള്ള അതെ. ഇവർക്കോ കല്യാണം വേണ്ടെന്ന് പറയാം. പേടിപ്പിച്ചു.
കുട്ടിക്ക് നല്ലൊരു ഉപദേശം കൊടുക്കാൻ. നേരിട്ട് കണ്ടപ്പോ അച്ഛനോട് ചോദിക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. കുഞ്ഞുനാളിൽ ഇങ്ങനെ തന്നെയായിരുന്നോ? കണ്ണൊക്കെ അതുപോലെ തന്നെയാണോ? ഇല്ലേ? അവൻ പോയോ? ക്രിസ്റ്റഫർ പോയോ? നേരാണോ? അമ്മ പറഞ്ഞ നേരാണോ? പെങ്ങള് പാവമായിരുന്നത്. അമ്മായിമ്മ പട്ടം കിട്ടിക്കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട്? മരുമോള് വന്നു കഴിഞ്ഞപ്പോൾ സ്നേഹം കുറഞ്ഞ കൂടി ഡോണിയാവുള്ള അതുപോലെ തന്നെ സത്യം പറ, കുഴപ്പമില്ല. അല്ല, അന്നത്തെ വീഡിയോ കണ്ട് കയ്യെ പിടിക്കുന്നു, ഉമ്മ കൊടുക്കുന്നു, കൊണ്ടുപോകുന്നു. ആണോ? ഒരു പ്രായമാണോ? വഴക്കുണ്ടാക്കുന്നില്ലേ? മേഘമായിട്ട് വഴക്കുണ്ടാക്കും. എന്ത് ചെയ്യാ പാവം കുട്ടിയത്? എന്ത് ചെയ്യാ പാവം കുട്ടിയെ ഫോട്ടോ എടുക്കാൻ വിളിക്കാം. വാ. ക്രിസ്റ്റീനയുടെ വലിയൊരു അമ്മാച്ചനാണ്. ബാച്ചലർ ലൈഫിൽ നിന്ന് ഫാമിലി ലൈഫിലേക്ക്. ഇങ്ങനെ എങ്ങനെയുണ്ട് ഫാമിലി ലൈഫൊക്കെ പോയിട്ട്? കൃഷ്ണ വിചാരിച്ച കുറച്ച് നേരത്തെ ആയിരുന്നില്ലെന്ന്. ആണോ കൃഷ്ണ? ഓർമ്മയുണ്ടോ? സന്തോഷമായിട്ട് പോകുന്നു. ഹലോ. Your intention to enter into marriage may be strengthened by the Lord with a sacred seal. Christ abundantly blesses the love that binds you. Through a special sacrament, He enriches and strengthens those He has already consecrated by holy baptism, that they may be faithful to each other forever and assume all the responsibilities of married life. റോസെ കണ്ടില്ല? അല്ല, പേര് പറഞ്ഞില്ല. ഇദ്ദേഹത്തിന്റെ പേര് വിളിച്ച് ആരും കേട്ടില്ല. അല്ല, ഗ്രേസിന്റെ പേര് പറഞ്ഞു. പേര് പറഞ്ഞു അല്ലല്ല. ആയിക്കോട്ടെ. അല്ല, ആളുടെ പേരോട് പറഞ്ഞേ. ഷാരോ. അയ്യോ, വിട്ടുപോയതാ. ഷാരോണിന് കുറച്ച് നല്ല ആൾക്കാർക്കുള്ള പേര്. ഇയാൾ ഒഴിച്ച് ബാക്കി എല്ലാവരും നല്ല പേരാ. ഷാരോന്റെ മുടി നല്ല രസമുണ്ട്. ഷാരോൻ അടിപൊളിയായിട്ടുണ്ട്. പേര് പറഞ്ഞില്ല. ജിഷ. ആജാ. പേര് പറഞ്ഞു. आपका नाम? सोनू. അപ്പൂന്റെ ഫ്രണ്ട്സ് അല്ലേ നിങ്ങളെല്ലാരും? നിങ്ങൾ അപ്പൂനെ കുറിച്ച് ഓർക്കുമ്പോ എന്തോ ആദ്യം മനസ്സിൽ വരുന്നത്? ഞാൻ പറയുന്നത് വേറെ അറിയാം, എന്റെ വായിന്നിരിക്കുന്നത് എന്തോന്ന് ഇമ്മാർക്ക് അറിയാം. അച്ഛൻ പറ. ഞാനൊന്നും പറയില്ല. ബ്രോ പറയട്ടെ, പറ്റിയ ആള് ഇതുകൊണ്ട് പറയൂ ബ്രോ. എന്താ പറയണ്ട? പറ മച്ചാൻ, എന്ത് വേണേലും പറയാം. എയ്സിൽ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാന്ന് പറയുന്നതിനൊരു ഇതുണ്ട്. കൊറേ കാര്യങ്ങളുണ്ട്, പക്ഷെ എല്ലാ കാര്യങ്ങളുടെയും അടിയില് പുള്ളിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ക്രിസ്റ്റീന. ക്രിസ്റ്റീനാണ് അവന്റെ എല്ലാം. ഞങ്ങളെല്ലാം ഭയങ്കര വെയിറ്റ് ചെയ്തൊരു മാരേജാണ് എയ്സിലിന്റെ മാരേജ്.
ഒന്നും പറയാനില്ല. പാവം എൻ്റെ കൊച്ച് ക്രിസ്റ്റീന ഒരു 3-4 വർഷം വെയിറ്റ് ചെയ്ത് കഷ്ടപ്പെട്ട് സെറ്റാക്കിയതാ. ഭയങ്കര കഠിനമേറിയ വഴികളായിരുന്നു. ഓ അയ്യോ, ചെറിയ കഠിനമൊന്നും അല്ലായിരുന്നു, വലിയ കഠിനമായിരുന്നു. പക്ഷെ എന്റെ ചെക്കനെല്ലാം പാസ് ചെയ്തു. ലാസ്റ്റ് എന്റെ കൊച്ചിനെ ക്രിസ്റ്റീനെ കെട്ടി. കർത്താവ് പോലും ഇത്രയും സാക്രിഫൈസ്. അതെ, അത്രേ ഉള്ളൂ. അപ്പം ക്രിസ്റ്റീനന്റെ കേസിൽ കൺഗ്രാറ്റ്സ്. വിഷ് ഹാപ്പി മാരീഡ് ലൈഫ്. ഇപ്പൊ നമ്മളിവിടെ ഫുഡ് കഴിക്കുമ്പോ വിശ്വസിക്കാൻ പറ്റുന്നില്ല. എയ്സൽ മാരേജ്. ഞാൻ എയ്സൽ, സെബി, ഡിയോൺ SAP പഠിക്കാൻ പോയതാ. അത് പഠിച്ചുകൊണ്ടൊരു ഗുണം ഉണ്ടായില്ല. പക്ഷെ ഇന്നിവിടെ ഈ കല്യാണം നടന്നു. Best thing happened. So we all are happy. Like he is eating food. എയ്സൽ, ഞാൻ പറയുമായിരുന്നു SAP പഠിച്ചോണ്ട് ഒരേ ഒരു ഗുണേ ഉണ്ടായുള്ളൂ. അപ്പുവിന്റെ കസിനാണ്.